ദേവമംഗള ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. അനിഴനാളിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ പൊതുവായ ചില ഫലങ്ങളും 2024 ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അനിഴൻ നക്ഷത്രം ദേവഗണവും ഭൂതം അഗ്നിയും ദേവത മിത്രനും സ്ത്രീയോനിയും മൃഗം പെൺമാനും പക്ഷി കാകനും വൃക്ഷം ഇലഞ്ഞിയുമാകുന്നു. നക്ഷത്ര പക്ഷി മൃഗവൃക്ഷാദികളെ നശിപ്പിക്കാതെ പരിരക്ഷിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യ സമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും വളരെ ഗുണകരമാണ്. ദേവത മിത്രൻ എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം. മിത്രൻ സൂര്യൻ്റെ തന്നെ ഭാവമാണ്, സൂര്യാംശം എന്ന് വേണമെങ്കിൽ പറയാം. അനിഴനാൾ പൂർണ്ണമായും വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. രാശ്യാധിപൻ ചൊവ്വയും നക്ഷത്രാധിപൻ ശനിയുമാണ്. അതിനാൽ ചൊവ്വയുടെയും ശനിയുടെയും പൊതുവായ ചില സ്വഭാവവിശേഷങ്ങളും അനിഴനാളുകാരിൽ കാണും. അനിഴ നക്ഷത്രക്കാർ ശരീരഭംഗിയുള്ളവരും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ പൂർത്തിയാക്കുന്നവരും, അതായത് ദീർഘായുസ്സുള്ളവരുമായിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, APJ അബ്ദുൽ കലാം, സർദാർ വല്ലഭായി പട്ടേൽ, VK കൃഷ്ണമേനോൻ മുതലായ പ്രമുഖർ അനിഴം നക്ഷത്രജാതരാണ്. അനിഴ നക്ഷത്രജാതർക്ക് അതിശയനീയമായ കർമ്മകുശലതയും അവിശ്രാന്തമായ പരിശ്രമശീലരുമായിരിക്കും. സകല രംഗത്തും ആഭിജാത്യം പ്രകടിപ്പിക്കുന്നവരും ഔദ്യോഗിക ജീവിതത്തിൽ വളരെ ശോഭിക്കുന്നവരും അധികാരികളുടെ പ്രീതി വേഗം സമ്പാദിക്കുന്നവരുമായിരിക്കും. തീക്ഷ്ണ സ്വഭാവവും ആവേശശീലവും ഉള്ളവരുമായിരിക്കും. നല്ല അച്ചടക്കത്തോടുകൂടി ഏത് കാര്യവും ശരിയായി കൈകാര്യം ചെയ്യാനുള്ള നയവും സാമർഥ്യവും ഇവർക്കുണ്ടാവും. ബുദ്ധിയും കഠിനപ്രയത്നവും അനിഴനാളുകാരുടെ പ്രത്യേകതയാണ്. ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് അപ്രതീക്ഷിതമായ പരിവർത്തനങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നവരായിരിക്കും. സഹജീവികളോടും വേദന അനുഭവിക്കുന്നവരോടും ദീനാനുകമ്പയുള്ളവരുമായിരിക്കും. മനപ്രയാസം പിന്തുടർന്നുകൊണ്ടിരുന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള ആർജവും തൻ്റെടവും അനിഴനാളുകാർക്കുണ്ടാവും. അനിഴനാളുകാരുടെ രക്തത്തിൽ മൈത്രീഭാവം നിറഞ്ഞു കിടക്കയാൽ കലഹത്തിനും കലാപത്തിനുമൊന്നും മുതിരില്ല. അനിഴ നക്ഷത്രത്തിൻ്റെ മൃഗം പെൺമാനാണെന്ന് പറഞ്ഞല്ലോ. അതിനാൽ ഇവർക്ക് ലജ്ജാശീലവും നിഷ്കളങ്കതയും ഹൃദയചാഞ്ചല്യവും ഉണ്ടാവും. പുരുഷന്മാരായ അനിഴനാളുകാർക്ക് ഗുണവതിയും സുന്ദരിയുമായ പത്നിയെ ലഭിക്കും. നല്ല ദാമ്പത്യ ജീവിതമായിരിക്കും ഇവരുടേത്. അനിഴ നക്ഷത്രക്കാരുടെ ജീവിതം പല പരിവർത്തനങ്ങൾക്കും പരിണാമങ്ങൾക്കും വിധേയമായിരിക്കും. ഭാഗ്യാധിപൻ ചന്ദ്രൻ ജന്മരാശിയുടെ നീച രാശാധിപനായതുകൊണ്ട് ഭാഗ്യം വരുന്നതും പോകുന്നതും അറിയില്ല. അധികം അനിഴനാളുകാരും സ്വദേശം വിട്ട് അന്യദേശത്ത് താമസിക്കുന്നവരും അവിടെ ജോലിയോ ബിസിനസ്സോ ഉള്ളവരുമായിരിക്കും. 17 വയസ്സ് മുതൽ തന്നെ ഈ നാളുകാർക്ക് മിക്കവാറും സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുന്നതിൽ താല്പര്യമുള്ളവരുമായിരിക്കും. 17-നും 48-നും ഇടയ്ക്ക് പലവിധ ജീവിത പരിവർത്തനങ്ങളും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. 48 വയസ്സിന് ശേഷമേ സ്വസ്ഥവും ശാശ്വതവുമായ ഒരു ജീവിതം ഇവർക്ക് അഭിവൃദ്ധിയിൽ വരികയുള്ളൂ. ഇവർക്ക് ദുഃഖങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുമെങ്കിലും അതും മനസ്സിൻ്റെ ആഴങ്ങളിൽ കുഴിച്ചു മൂടിയ ശേഷം പുഞ്ചിരിയോടെ എല്ലാവരുടെയും ഇടയിലേക്ക് ഇവർ ചെല്ലും. വൃശ്ചികത്തിൻ്റെ 5ാം രാശിയായ മീനം രാശി ശ്രീരാശിയും ഉഭയരാശിയുമാണ്. അതിനാൽ ഇവർക്കുണ്ടാകുന്ന സന്താനങ്ങൾ സ്ത്രീ സന്താനങ്ങളായിരിക്കും കൂടുതൽ. മീനം ശുഭരാശിയായ വ്യാഴത്തിൻ്റെ രാശി ആയതിനാൽ ഇവർക്കുണ്ടാകുന്ന സന്താനങ്ങൾ സൽസന്താനങ്ങളായിരിക്കും. അനിഴം പിത്തപ്രധാനമായ നക്ഷത്രമാകയാൽ അനിഴനാളിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ പിത്തസംബന്ധമായും വാതസംബന്ധമായും അതുപോലെ തന്നെ ഉദരം, മാറിടം, ഗർഭാശയം എന്നിവയുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. വൃശ്ചികത്തിൻ്റെ 6ാം രാശിയായ മേടം ചൊവ്വയുടെ രാശിയുമാണ്. അതിനാൽ ഇവരുടെ ശത്രു മറ്റാരുമല്ല, ഇവർ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ശാശ്വതമായ ഒരു സുഹൃബന്ധം ഇവർക്കുണ്ടായിരിക്കില്ല. അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പൊതുവെ സ്വഭാവശുദ്ധിയുള്ളവരും അഹങ്കാരം അല്പം പോലും ഇല്ലാത്തവരും പ്രസന്നമായ മനസ്സുള്ളവരും ഗുരുഭക്തിയും ഭർത്തൃഭക്തിയും വേണ്ടത്രയുള്ളവരും കുലത്തിൻ്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കുന്നവരുമായിരിക്കും. ആളുകളെ മനസ്സിലാക്കുന്നതിനും അവരോട് അടുപ്പം പുലർത്തുന്നതിലും ഇവർക്ക് പ്രത്യേക കഴിവും വീക്ഷണവും ഉണ്ടാവും. ഇവർക്ക് നല്ല സുഹൃത്തുക്കളും
നല്ല ബന്ധുക്കളും ഉണ്ടായിരിക്കും. അതിശയനീയമായ കർമ്മകുശലതയും അവിശ്രാന്തമായ പരിശ്രമശീലവും ഉണ്ടെങ്കിലും പ്രവൃത്തിയുടെ ഫലം അനുസരിച്ചുള്ള ഫലം ഇവർക്ക് കിട്ടുകയില്ല. ഇവർ സകല രംഗത്തും ആഭിജാത്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ വളരെ ശോഭിക്കുന്നവരും അധികാരികളുടെ പ്രീതി സമ്പാദിക്കുന്നവരുമായിരിക്കും. തീക്ഷ്ണ സ്വഭാവവും ആവേശശീലവും ഉണ്ടെങ്കിലും മനഃശക്തി കുറവായിരിക്കും. വിഷാദാത്മകമായ ഒരു പ്രകൃതം ഇവരെ സദാ വലയം ചെയ്തുകൊണ്ടിരിക്കും. അതിന് പ്രധാന കാരണമായിട്ടുള്ളത് ജീവിതത്തിൽ ഇവർ നേരിടുന്ന പ്രശ്നങ്ങളുടെ ആധിക്യം തന്നെയാണ്. അനിഴ നക്ഷത്രക്കാരികളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ചക്രവാളത്തോളം പരന്നതാണ്. അടുക്കളക്കാര്യം മുതൽ ഔദ്യോഗിക കാര്യങ്ങൾ വരെ ഇവർക്ക് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാണിത്. അനിഴം നാളുകാരികൾ വീട്ടിലോ പ്രസ്ഥാനത്തിലോ ഒരു കൂട്ടായ്മയിലോ ഓഫീസിലോ ഉണ്ടാകുന്നത് ഭാഗ്യവർദ്ധനകരമാണ്. ഇവർക്ക് അനുയോജ്യമായ നിറം കടും നീലയും കടും ചുവപ്പുമാണ്. അനുയോജ്യമായ ദിക്ക് വടക്കും തെക്ക് പടിഞ്ഞാറുമാണ്. അനുയോജ്യമായ ആഴ്ച ചൊവ്വയും ശനിയും തിങ്കളുമാണ്. അനുയോജ്യമായ സംഖ്യ 9ഉം 8ഉമാണ്. ചെമ്പവിഴവും ഇന്ദ്രനീലവുമാണ് അനുയോജ്യമായ രത്നം. എങ്കിലും ഉത്തമനായ ഒരു ജ്യോതിഷിയെ കണ്ട് നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് തൃപ്തി വരുത്തിയതിന് ശേഷമേ രത്നം ധരിക്കാവൂ. 2024 ഓഗസ്റ്റ് മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ആഗസ്റ്റ് മാസം അത്ര ഗുണകരമായിരിക്കില്ല. മാനസികമായ സംഘർഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സൗന്ദര്യപ്പിണക്കങ്ങളിൽ ആരംഭിച്ച് ജീവിത പങ്കാളിയുമായി സ്വരച്ചേർച്ച നഷ്ടപ്പെട്ടേക്കാം. പ്രവൃത്തികളിൽ തടസ്സങ്ങളോ ആഗ്രഹാനുസരണം പ്രവർത്തിക്കാൻ കഴിയാതെ വരികയോ ചെയ്തേക്കാം. മത്സര പരീക്ഷകളുടെ ഫലം കാത്തിരിക്കുന്നവർക്ക് നിരാശാജനകമായിരിക്കും. 2024 സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ രംഗത്തു പ്രവർത്തിക്കുന്നവർക്കും സെപ്റ്റംബർ മാസം വളരെ ഗുണകരമായി കാണുന്നു. പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് വളരെ ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവും. എല്ലാം കൊണ്ടും വളരെ മെച്ചപ്പെട്ട ഒരു മാസമായി കാണുന്നു സെപ്റ്റംബർ. 2024 ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മാത്രം ചെയ്യുക. അല്ലെങ്കിൽ പലവിധത്തിലുള്ള വിഷമതകളും സാഹചര്യങ്ങളും ഉണ്ടാവും. മാസാദ്യം ഗുണകരമാണെങ്കിലും മാസാന്ത്യം അത്ര ഗുണകരമായിരിക്കില്ല. 2024 നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. എങ്കിലും എല്ലാ കാര്യത്തിലും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അലച്ചിലുകൾ അനുഭവപ്പെട്ടേക്കാം. ജോലികളിൽ പലവിധ തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം. സ്ഥലം വാങ്ങാനും ഗൃഹനിർമ്മാണത്തിനും യോഗം കാണുന്നു. ജോലിയിൽ മാറ്റത്തിനു സാധ്യതയോ മറ്റൊരു ജോലിയിൽ തുടക്കം കുറിക്കാനോ കഴിഞ്ഞേക്കാം. 2024 ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല വിധത്തിലും അധിക ചിലവുകൾ മൂലം സാമ്പത്തിക സ്ഥിതി ഗുണകരമായിരിക്കില്ല. അതുപോലെ തന്നെ ഗ്രഹത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. എന്നാൽ മാസമധ്യത്തിനു ശേഷം സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ലോണായോ ധനം കൈവരാൻ സാധ്യതയുണ്ട്. കുടുംബ സ്വത്തുകൾ കൈവശം വന്നേക്കാം. പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് വിജയസാധ്യത കാണുന്നു. നക്ഷത്രദേവത മിത്രനായതിനാൽ ഓം മിത്രായ നമ എന്ന മന്ത്രം ചൊല്ലി ദിവസവും ആരംഭിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നക്ഷത്രാധിപൻ ശനിയാകയാൽ ഓം ശനൈശ്വരായ എന്ന മന്ത്രം ദിവസവും കാലത്തും വൈകിട്ടും ജപിക്കുക. അതുപോലെ തന്നെ കുടുംബ പരദേവതയും. അനിഴനാളിൽ പിറന്ന പുരുഷന് ഉത്രാടം, തിരുവോണം, പൂരുരുട്ടാതി, രേവതി, അശ്വതി, രോഹിണി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ ഉത്തമമാണ്. അനിഴനാളിൽ പിറന്ന സ്ത്രീകൾക്ക് രോഹിണി, തിരുവാതിര, പുണർതം, ഉത്രം, അത്തം, ചോതി എന്നീ നക്ഷത്രങ്ങൾ ഉത്തമമാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം മഹാദേവ്യേ നമഃ.